അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് പോകണതാണ്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പഴയ ടയർ ഇരിപ്പുണ്ടായിരുന്നു. പഴയ ടയർ പിള്ളേർക്ക് നമ്മൾ കരാട്ടെ പഠിക്കാനായിട്ട് ആക്രി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ടയറാണ് 3-4 ഉണ്ട്. അപ്പോൾ അതിൽ 3 നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ മുള നമ്മൾ വീണ്ടും തൊട്ടടുത്ത് കുറച്ച് മുളകുള്ള ഏരിയ ഉണ്ട്. അവിടെ പോയി അവരോട് ചോദിച്ചപ്പോൾ അവർ മുള എടുത്തോളാൻ പറഞ്ഞു. നമ്മുടെ ഒരു മുള 2 മുള വെട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മുടെ ഫ്രണ്ട് തൊട്ടപ്പുറത്ത് അവിടെയാണ് വീട്. ഈ വീടിൻ്റെ അപ്പുറത്തെ പുള്ളി പോലീസുകാരനാണേ. പുള്ളിക്ക് ഇന്ന് ഇലക്ഷൻ ഡ്യൂട്ടികളുകൊണ്ട് പോയേക്കാണ്. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരും. അപ്പം നമ്മളിപ്പോൾ ഇതിൽ എന്നാ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൽഫ് ഡ്രിൽ സ്ക്രൂ 3 അടിച്ചിട്ടുണ്ട് ഈ മുളയിൽ. അതിൻ്റെ മേളിലും ആ മുളയുടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് നമ്മൾ മേളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കട്ടിങ് ഒരു ചെറിയ റൗണ്ട് പോലെ പീസ് വെച്ചിട്ട് അതും സ്ക്രൂ ചെയ്തേക്കാണ്. ഇനി നമ്മൾ എന്നാ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുള തന്നെ ഇളയത്, അതായത് അധികം മൂപ്പില്ലാത്ത മുള ഉണ്ടല്ലോ, ആ മുള എടുത്തിട്ട് നമ്മൾ അതിന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബെൻഡാവും. ഈ സാധനം നമ്മൾ ഈ ബെൻഡാകുന്ന ഈ സംഭവം എടുത്തിട്ട് ഇതിൻ്റെ റൗണ്ടിൽ നമ്മൾ ഇവിടെ നിന്നേ തുടങ്ങും. ഇവിടെ നിന്നേ ഇങ്ങനെ റൗണ്ട് ചെയ്ത് അതും സ്ക്രൂ ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, ഈ ഒരു ഗ്യാപ്പിൽ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലാസ്റ്റിനകത്ത് ഗ്രീൻ കളർ സ്പ്രേ പെയിൻറ്റോ അല്ലെങ്കിൽ നോർമൽ ഏതെങ്കിലും പെയിൻറ്റ് എടുത്തിട്ട് സംഭവം അടിക്കും. അകത്തും പുറത്തും അടിച്ച് ചെയ്യുമ്പോഴേക്കും പിന്നെ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു നൈസ് സംഭവമായിട്ട് വരും, ട്രീ ആയിട്ട് വരും, ക്രിസ്മസ് ട്രീ ആയിട്ട്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ട് ഇട്ട് തരാം. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മുടെ ഈ ഒരു ഫ്രെയിമിങ്ങനെ കൊടുക്കലായിരുന്നു. ഡെക്കറേഷൻ പരിപാടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതാ നോക്ക്, നമ്മൾ ഈ റൗണ്ട് കെട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുള തന്നെ പച്ചമുള തന്നെ ചെറുതാക്കി ചെറിയ വീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് വളച്ച് കൊടുത്തതാണ്. ഇപ്പോൾ 2 ലെയറായി. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമ്മളിത് ലാസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഇങ്ങനെ റൗണ്ട് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പച്ചപ്പറതയില്ലേ, അതായത് നമ്മൾ ഈ വെയിലൊക്കെ ഇടുന്ന ആ പച്ചപ്പറത കണ്ട അതേപോലത്തെ ഒരു സംഭവം ആ സാധനം എടുത്തിട്ട് നമ്മൾ ഇത് ഫുള്ള് ചുറ്റി ഇത് ഗ്രീൻ കവർ ചെയ്യും. അപ്പോൾ ഈ ഷെയ്ഡൊന്നും കാണത്തില്ല, യെല്ലോയും ബ്ലാക്ക് ഷെയ്ഡൊന്നും കാണില്ല, ഇതിൻ്റെ കളർ കാണില്ല. അപ്പോൾ നമുക്ക് എന്നെ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്കും സാധനം വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയും കൂടി ചെയ്തിട്ട് കാണിക്കാം. സാധനം വെട്ടിയിട്ടുണ്ട്, സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി കാണിക്കാം. അപ്പോൾ അതേ നമ്മുടെ മറ്റേ അതിന് ചുറ്റുമുള്ള റൗണ്ട് റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രീ 8 അടിയുണ്ട് കേട്ടോ. 8 അടിയാണ് നമ്മുടെ ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിവിടം വരെ തന്നെ 5 അടിയുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് മൊത്തത്തിൽ ഒരു 8 അടി കാണും. അപ്പോൾ നമ്മുടെ ട്രീ പരിപാടിയിൽ നമ്മളിപ്പോൾ മറ്റേ റിങ്സ് എല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നറിയോ, ഈ പച്ച പർദ്ദയില്ലേ നമ്മൾ കവർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പർദ്ദ, അതിങ്ങനെ ഈ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ സാധനം. ഇതൊരു 5 മീറ്റർ അങ്ങോട്ട് വാങ്ങിച്ച്, ഒരു 8 ഫീറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇത്. അപ്പോൾ ഒരു 5 മീറ്റർ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അത് മൊത്തം ചുറ്റി വെച്ച്. പിന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് വന്ന സ്ഥിതിക്ക് നമ്മളിനി ഡെക്കറേറ്റ് ചെയ്തിട്ട് ലൈറ്റൊക്കെ വരുമ്പോൾ നല്ല സൂപ്പർ ആയിങ്ങനെ. എന്നിട്ട് നമ്മളിത് നമ്മുടെ കിണറല്ലേ, ഈ കിണറിന് മേളിക്കട ഞങ്ങൾ വെക്കുമ്പോഴേക്കും നല്ല വ്യൂ ആയിരിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രീ നമ്മളിതാ കണ്ട കിണറിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ലൈറ്റ് നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. അതെ, കെയർഫുൾ. നമ്മൾ 2 വർഷം മുമ്പ് വാങ്ങിച്ച സാധനമാണ് നമ്മൾ. ഇനിയും കുറേ ഐറ്റംസ് ഇതിൻ്റെ അകത്തുണ്ട് ഇടാനായിട്ട്. അപ്പോൾ നമ്മളിനി ഇത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കാണിക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. പിന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുക. എടാ ഡെക്കറേഷൻ കഴിഞ്ഞിട്ട് ഇനി ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. കുട്ടു സാർ ഇതേ കയറി ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ബേബി അവിടെ ആ ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയൽസൊക്കെ ഫില്ല് ചെയ്യും സാർ നിൽക്കുന്ന ഹൈറ്റിൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഇടുമ്പോൾ കാണിച്ചു തരാനേ. എന്താ ബേബി, നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ട്രീ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പുല എങ്ങനെയുണ്ട് വാവേ, സൂപ്പറാക്കണ്ട. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈറ്റ് ഇട്ട് സെറ്റാക്കി നമ്മുടെ ട്രീ. അതെ അതെ, അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രീ. സാധനം രാത്രി നൈറ്റ് ആകുമ്പോഴാണ് ഈ സാധനത്തിൻ്റെ ഒരു പവർ നമുക്ക് മനസ്സിലാവണം. ഡെയിലി ആ ഡെക്കറേഷൻ കാണുമ്പോൾ അത്ര വലിയ കുമ്പൊന്നുമില്ലെങ്കിലും കയറിക്കോ, പക്ഷേ കെയർഫുൾ. എവിടെയാണ് കയറുന്നത്? ഓക്കെ. ഇതാണ് നമ്മുടെ മൊത്തം ഡെക്കറേഷൻ കഴിഞ്ഞ്. എന്തോ സാറിന് പറയണ്ട, പറയടാ, എന്താ നിനക്ക് പറയാനുള്ള? സൂപ്പറാന്ന് പറയണ, അതിന് വിളിക്കരുത്. ലൈറ്റിലൊന്നും പിടിച്ചുള്ള കളി വേണ്ട. ഓക്കെ കേട്ടോ, എന്നാ
ഇറങ്ങിക്കോ, കെയർഫുൾ കേട്ടോ. പിന്നെ നമ്മുടെ ലൈറ്റ്സ് ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഇത് ഫുള്ളകത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുമ്പോൾ എടുക്കുന്നത് കാണാൻ പറ്റുന്നത് ഭംഗി. ഇത് ഓൾറെഡി നമ്മൾ കാണിച്ചാൽ തോന്നണല്ലേ? ഇല്ലല്ലേ? ഓക്കെ, ഇവിടെ ഇട്ടിട്ടുണ്ട്. ബാക്ക് നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട്. എന്തിനാ വാവേ? അതിന് നമുക്ക് ചെയ്യേണ്ടത് ക്രിബ് ഉണ്ടാക്കണം. ക്രിബ് ഉണ്ടാക്കാനുള്ള മുളയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പുറത്തും കിടപ്പുണ്ട് കുറച്ച്. അതുകൂടി ആകുമ്പോൾ നമ്മളാ ഈ വർഷത്തെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ സെറ്റ്. ഇനി അത് ഉണ്ടായി കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, ഇവിടെ നമുക്ക് ഈ ഏരിയ ഉണ്ട്, കിണറിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇരുട്ടായിരിക്കും. ഇവിടെ കുറച്ച് ഏരിയ ഇത് മണ്ണാണ്, ഇവിടെ നമ്മൾ ടൈലിട്ടിട്ടില്ല. ഈ ഏരിയയിൽ നമ്മൾ മൊത്തം തേനയൊക്കെ വിതറി നല്ല പുല്ലൊക്കെ പിടിപ്പിച്ച് ഒരു ക്രിബ് അവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പണി കാണിച്ചു തരാം. എന്തായാലും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നത്.